ഇതാണ് നമ്മുടെ വീടിന്റെ ലുക്ക്. ഈ വീഡിയോയ്ക്ക് ഒരു 10K ലൈക്കെങ്കിലും തരുവാണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഒറിജിനൽ കാറുകളില്ലേ, അതെല്ലാം നമ്മൾ ഇതിനകത്തിട്ട് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യണിരിക്കണ്ട. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കാര്യമാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ വീടിന്റെ സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ഉണ്ടല്ലോ ഈ കമന്റിന്റെ അവിടെയായിട്ട് ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞ് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കൊടുത്തേക്ക് കേട്ടോ. എന്നിട്ട് അടുത്ത് എന്ത് വീഡിയോ ചെയ്യണമെന്നും കൂടി ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്ക്. ഇന്ന് നമ്മൾ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ വീടിന്റെ പണി ഫുള്ള് തീർക്കാൻ പോണെയാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇത്ര ഏരിയകളായിരുന്നു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. വീട് പണിയാനുള്ള ടൈം നമുക്ക് കിട്ടിയില്ലായിരുന്നു, വീടും ഗ്യാരേജും പണിതെടുക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ വീടും ഗ്യാരേജും സെറ്റ് ചെയ്തെടുക്കാൻ പോണെയാണ്. ഈ വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ഫ്രണ്ടും സൈഡിലത്തെയാണ്. കാരണം ഇത് രണ്ടും മാത്രം സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ ഒരു ചെറിയ പോർഷൻ ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഫ്രണ്ടിലത്തെ അതേ ലുക്ക് തന്നെയാണ് ബാക്കിലായിട്ടും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലത്തെ പീസ് തന്നെ 2 എണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അളവ് തന്നെ എടുത്തിട്ട് നമ്മുടെ സൈഡിലത്തെ പോർഷൻ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മേളിലായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ ഇട്ടിട്ട് അതും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് അതും കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡിലത്തെയും കൂടി നമുക്ക് ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലത്തെയും സൈഡിലത്തെയും പോർഷൻസ് 2 എണ്ണമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു മെയിൻ പരിപാടിയാണ്. കാരണം ആ വീടിൻ്റെ ഭിത്തിയിൽ ശ്രദ്ധിച്ചറിയാം ഒരു കട്ടിങ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഒരേ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഒരേന്നായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് പണിയായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫോറക് ഷീറ്റിൻ്റെ മേളിൽ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഡോട്ട് ഇട്ടിട്ട് നമ്മളത് ഓപ്പോസിറ്റ് ലൈനായിട്ടൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ലൈൻ ഇട്ടേക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് അതിൻ്റെ പുറത്ത് കൂടി നമ്മുടെ കട്ടിയുള്ള സ്കെയിലില്ലേ, സ്റ്റീലിൻ്റെ സ്കെയിൽ, ആ സ്കെയിൽ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടി ഒന്ന് ഓടിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഓടിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു കുഴി അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പാടുണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ആ വീട്ടിലുള്ള അതേ ടെക്സ്ചർ നമുക്ക് ഫോറക് ഷീറ്റിലായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇനി നമുക്ക് ഇതേപോലത്തെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഓരോ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. വീടിന് ചില സ്ഥലങ്ങളിലായിട്ട് കുറേ ചെറിയ ചെറിയ ജനാലകളോ അങ്ങനെ പല സൈസിലുള്ള കുറേ ജനാലകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസ് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ജനാലകളുടെ മേളിലായിട്ടൊരു കവറിങ് ഉണ്ട്, അതിന് ഈ മേളിലുള്ള അതേ ടെക്സ്ചർ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ലൈൻസ് ഇട്ടൊന്ന് സ്കെയിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ പീസുകളിലായിട്ട് ഇതേപോലത്തെ ചെറിയ ചെറിയ പീസുകൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനാലയുടെ മേളിലത്തെ ഒരു കവറിങ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് 2 ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ലൈറ്റർ വെച്ചൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് വളച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വളഞ്ഞൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ വീടിൻ്റെ സൈഡിലുള്ള എല്ലാ ഏരിയകളും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കണം. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ വീടിൻ്റെ ചുറ്റിനുള്ള പോർഷനാണ് നമ്മളിപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത്. ഒട്ടിച്ചെടുക്കാൻ നേരം ശ്രദ്ധിച്ച് ഒട്ടിച്ചെടുക്കണം. കാരണം കുറച്ചെങ്കിലും പുറത്തായിട്ട് തള്ളി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട് ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഒട്ടും പുറത്തായിട്ട് വരാത്ത രീതിക്ക് കറക്റ്റ് അളവൊക്കെ എടുത്തിട്ട് നോക്കിയായിരിക്കണം ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ അതുമല്ല പശ ചിലപ്പോൾ പുറത്തായിട്ട് ചാടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയും കൂടി വരാണ്ട് നോക്കിയിട്ട് വേണം ഇത് ഫുള്ളൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട്. വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ പോർഷനും നമ്മൾ ഫ്രീ ആയിട്ട് വിടുന്നില്ല, ഒന്ന് സ്കെയിൽ വെച്ചൊന്ന് ലൈൻസ് ഇട്ടിട്ട് ഒരു ഷെയ്ഡ് കൊടുത്തിട്ട് മാത്രമാണ് എല്ലാ പോർഷനും വിട്ടേക്കണം കേട്ടോ. അതുപോലെ തന്നെ വീടിൻ്റെ മേളിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അത് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ചെറിയ പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേളിൽ വെക്കാനുള്ള ഒരു പോർഷൻ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി വീടിൻ്റെ മേളിലേക്ക് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും വീടിനൊരു ബലം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീട് കണക്ട് ചെയ്യാനായിട്ട് ചെറിയൊരു പീസ് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെക്കണമെങ്കിൽ വീടിന് കുറച്ചുകൂടി ബലം കിട്ടാനും അത് അനങ്ങാണ്ട് നമുക്ക് നിർത്താനും പറ്റും. ഇനി നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത് വീടിൻ്റെ മേളിലത്തെ പോർഷൻ. അത് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നമ്മൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ കറക്റ്റ് അളവ് എടുത്തിട്ട് എവിടെയാണ് വെക്കണേന്ന് കറക്റ്റ് പോയിന്റ് ഇട്ടിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുത്തേക്കണത്. ഇനി നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളത് ഈ മേളിലത്തെ ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ 2 പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എഡ്ജ് ഒന്ന് സാൻഡ് പേപ്പർ വെച്ചൊന്ന് ലെവൽ ചെയ്തിട്ട് 2 സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി ഇതിലായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ്ങിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇത്ര ഐറ്റംസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പെയിന്റ് അടിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട്. ഇനി നമുക്കുള്ള പണി പെയിന്റിംഗ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഗ്രേ പെയിന്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ബ്ലാക്കും കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഗ്രേ ഷെയ്ഡ് ഉണ്ടാക്കി എടുത്തിട്ട് ഗ്രേ വന്ന എല്ലാ ഏരിയാസും നമ്മളൊന്ന് പെയിന്റ് അടിച്ചെടുക്കുന്നുണ്ട്. പെയിന്റ് അടിക്കുമ്പോഴുള്ള മെയിൻ കാര്യം പെയിന്റ് കട്ടിക്കടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേക്കണ ഓരോ ഷേപ്പ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ സ്കെയിൽ വെച്ചിട്ടേക്കണ ഓരോ പാടുകളും ഫിക്സ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പെയിന്റ് കറക്റ്റ് അളവിനെടുത്തിട്ട് വേണം പെയിന്റ് അടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഗ്രേ ഷെയ്ഡ് വന്ന എല്ലാ ഏരിയാസും നമ്മൾ പെയിന്റ് അടിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ബ്ലാക്ക് ആണ്.
അപ്പോൾ ബ്ലാക്ക് തന്നെ ചില ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് മാത്രം നമുക്കൊന്ന് എടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ അടിക്കാൻ നേരത്ത് ഒന്നെങ്കിൽ സൈഡിൽ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആയിട്ട് ഒട്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒട്ടിച്ചപ്പോഴത്തേക്കും കറക്റ്റ് ആയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്യാണ്ടാണ് ഞാൻ അവിടെ പെയിന്റ് അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് നല്ല രീതിക്ക് ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വീട്ടിലായിട്ട് ഓരോ പീസായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ വീടിൻ്റെ ഓരോരോ പാർട്സ് ആയിട്ട് ഞാൻ എടുത്തിട്ട് നോക്കിയാണ് ഞാൻ ഫിക്സ് ചെയ്തേക്കണത്. കാരണം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് നല്ല രീതിക്ക് നോക്കിയിട്ട് കറക്റ്റ് പോയിന്റ് ഇട്ടിട്ട് വേണം ഓരോ പീസായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ ഓരോരോ പീസായിട്ട് എല്ലാ സൈഡും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ജനാലയുടെ സൈഡുകളാണ് മെയിനായിട്ട് നോക്കേണ്ടത്. കാരണം ഓരോരോ ജനാലകൾ ഇരിക്കണ പോർഷൻസ് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടാണ് ഇതിൽ ഒട്ടിച്ചെടുത്തേക്കണത്. താഴെയുള്ള വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേളിലുള്ള വർക്കാണ്. മേളിലത്തെ എല്ലാ ഏരിയയും ഇതേപോലെ തന്നെ നമ്മളൊന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി. അതേപോലെ നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കോമ്പൗണ്ടിലായിട്ട് നമ്മുടെ വീടും കൂടി ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വീടിൻ്റെ ലുക്ക്. അപ്പോൾ നമ്മുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ലുക്ക്. ഇത്രയും ലെങ്ത് കൂടി പോണ കണ്ടിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണേണ്. അപ്പോൾ ഇതിൻ്റെ ഗ്യാരേജ് ഉണ്ടാക്കുന്നതും ഇതിൻ്റെ അകത്ത് കാറ് കൊണ്ടുവരുന്നതും എല്ലാമായിട്ട് നമ്മുടെ അടുത്ത പാർട്ടിൽ വന്നതായിരിക്കും. ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ ലുക്ക് ഇതാണ് ട്ടാ. അപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ വീടിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഇത്രയും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ഗ്യാരേജ് സെറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് കാറുകളും കാര്യങ്ങളും അങ്ങനെ കുറച്ച് പരിപാടികൾ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ വീഡിയോയ്ക്ക്, അതായത് ഈ വീഡിയോയ്ക്ക് ഒരു 10K ലൈക്കെങ്കിലും തരുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഒറിജിനൽ കാറുകളില്ലേ അതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യണിരിക്കണ്ട. ലൈക്ക് എന്നാൽ മാത്രമേ ഞാൻ കൊണ്ടുവരുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരികയല്ല. അതുകൊണ്ടിട്ട് ഇപ്പം തന്നെ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഇത്രയേ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ലെങ്ത്ത് കൂടി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ട് ഇവിടെ വെച്ച് നിർത്തേണ്ടി വന്നെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഗ്യാരേജ് ഉണ്ടാക്കുന്നതും കാറിൻ്റെയും ബാക്കിയുള്ള പരിപാടികളെല്ലാം നമ്മുടെ അടുത്ത തേർഡ് പാർട്ടിൽ വന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും.